1800കളിലാണ് പാരീസ് നഗരത്തിൽ വിധവയായ ഒരു സ്ത്രീയും ഒരു മകനും ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നത്. ഈ വിധവയായ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൻ്റെ എല്ലാം മകനായ ഹുബാൾഡായിരുന്നു. ഈ മകനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമവും അതിനിടയിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ഒക്കെ ഈ അമ്മയെ രോഗിയാക്കി മാറ്റി. ഒരു ദിവസം അമ്മ തൻ്റെ ആശ്രയമായ തൻ്റെ മകനെ അടുത്ത് വിളിച്ചിട്ട് മകനോട് പറഞ്ഞു, അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാനായിട്ടാണ് വിളിച്ചത്. കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച ഒരു വലിയ നിധി എൻ്റെ ഈ തലയണയുടെ അടിയിലുണ്ട്, ഓനത് എടുക്കാവോ? ഈ തലയണയുടെ അടിയിൽ കൈയിട്ടപ്പോൾ അവൻ്റെ കയ്യിൽ ജപമണികൾ ഉടക്കി. അതവൻ പുറത്തെടുത്തു. അത് കണ്ട അമ്മ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഹുബാൾഡിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, മകനെ, എനിക്ക് നൽകാൻ ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ എൻ്റെ മോൻ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല. അതിന് മോൻ ഒരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും എന്നെ ഓർത്ത് ഒരു ജപമാല ചൊല്ലണം. അമ്മയുടെ സ്നേഹം കൊണ്ടുള്ള നിർബന്ധത്തിന് വഴങ്ങി ഹുബാൾഡ് ഒരു വാഗ്ദാനം ചെയ്തു. ജപമാല ചൊല്ലാത്ത ഒരു ദിവസം പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹുബാൾഡിൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിച്ച് അവൻ ആകെ ഒറ്റപ്പെട്ടു. ഇനി ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗം തൻ്റെ മുമ്പിലുള്ളത് സൈന്യത്തിൽ ചേരുക എന്നത് മാത്രമായി അവശേഷിച്ചു. അങ്ങനെ അവൻ സൈന്യത്തിൽ ചേരുകയാണ്. പരിശീലനത്തിനായി അവൻ ക്രിമിയൻ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് പോയി. അവിടെ നന്നായി പരിശീലിച്ച് നല്ലൊരു സൈനികനായി അവൻ മാറി എന്ന് മാത്രമല്ല, അവൻ സൈന്യത്തിൽ ചേർന്നപ്പോൾ തന്നെ പദവികൾ ഒന്നൊഴിയുമ്പോഴത്തേക്കും അടുത്തത് അവനിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയായി. ഒടുക്കം അവൻ കേണൽ പദവി വരെ എത്തി. അങ്ങനെ സൈനിക നേട്ടങ്ങൾക്കിടയിൽ ഹുബാൾഡ് തൻ്റെ ആത്മീയ ജീവിതമൊക്കെ മറന്നു. എങ്കിലും ഈ ഹുബാൾഡ് ഒരിക്കലും ജപമാല മുടക്കിയിരുന്നില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഈ ഹുബാൾഡിൻ്റെ ആത്മാവിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വലിയ പാപത്തിലാണ്, വലിയ തിന്മയിലാണ് എന്നൊരു ബോധ്യം പലപ്പോഴും തൻ്റെ മനസ്സിനെ മതിച്ചിരുന്നു. 1855 സെപ്റ്റംബർ മാസത്തിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിട്ടുള്ള മാസത്തിൽ സൈന്യം സെബാസ്റ്റോപോൾ എന്ന് പറയുന്ന പട്ടണം വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ ആ സെപ്റ്റംബർ മാസത്തിലെ 7-ാം തീയതി ഹുബാൾഡ് കട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഈ കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ തൻ്റെ അവിശ്വസ്തതയും പാപവുമൊക്കെ തൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തിങ്ങി വരികയാണ്. അത് ഇങ്ങനെ തൻ്റെ സ്വപ്നത്തിൽ താൻ നേരിട്ട് കാണുന്നത് പോലെ കണ്ടപ്പോൾ ഈ ഹുബാൾഡ് അലറി കരയാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഉണർന്നപ്പോൾ ആരോ അദ്ദേഹത്തിൻ്റെ തോളിൽ വന്ന് സ്പർശിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, കേണൽ, താങ്കൾ ഇത്ര നേരത്തെ ഉണർന്നോ? തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ചാപ്ലിൻ അച്ഛനാണ്. ഈ വൈദികൻ പട്ടാളക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ കേണലിനോട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഒരു ജപമാല ഭക്തനാണെന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണല്ലോ, ഞാൻ ഇതുവരെയും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഈ ചാപ്ലിനച്ചൻ പറയുമ്പോൾ ഈ പട്ടാളക്കാരനായിട്ടുള്ള ഹുബാൾഡ് തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ ശരിക്കും ഈ ജപമാല ഭക്തനൊന്നുമല്ല, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ വേണ്ടി എന്നും ജപമാല ചൊല്ലാറുണ്ട് എന്ന കാര്യം സത്യമാണ് എന്ന് അദ്ദേഹം തൻ്റെ ചാപ്ലിനച്ചനോട് പറയുകയാണ്. അങ്ങനെ സംസാരം അധികം മുന്നോട്ട് പോകുന്നതിന് മുൻപ് അദ്ദേഹം ഈ വൈദികൻ്റെ മുൻപിൽ മുട്ടുകുത്തി തൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് തന്നെ വിശുദ്ധീകരിക്കുകയാണ്. അമ്മയുടെ മടിയിലിരുത്തി ആദ്യമായി തൻ്റെ നെറ്റിയിൽ അമ്മ കുരിശു വരച്ച് തന്നപ്പോൾ താൻ അനുഭവിച്ച ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ശരിക്കും ഈ ഹുബാൾഡ് അനുഭവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ വലിയ ആത്മീയ ആനന്ദത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് ശത്രുസൈന്യത്തിൻ്റെ വലിയൊരു ആക്രമണം ഉണ്ടായത്. ഉടനെ തന്നെ ഈ കേണല് തൻ്റെ സൈന്യത്തെയെല്ലാം വിളിച്ചുണർത്തി യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൻ്റെയും ഫ്രഞ്ച് സൈന്യത്തിൻ്റെയും 100 കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെടാൻ ഇടയായി. മരിച്ച പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഹുബാൾഡിൻ്റെയും മൃതദേഹം ഉണ്ടായിരുന്നു. ഹുബാൾഡ് ധരിച്ചിരുന്ന ആ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ അമ്മ നിധി പോലെ നൽകിയ ആ ജപമാലയും ഹുബാൾഡ് സൂക്ഷിച്ചിരുന്നു. ജീവൻ നഷ്ടപ്പെട്ട ഹുബാൾഡിൻ്റെ മുഖത്ത് ഒരു സ്വർഗീയ തേജസ് കാണാമായിരുന്നു. ഇത് ഈ ഗ്ലോറീസ് ആൻഡ് വെർച്യൂസ് ഓഫ് മേരി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കഥയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ്.
പക്ഷേ ഇതിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം സത്യമാണ്. ചിലപ്പോൾ സീരിയസ് ആയിട്ടൊന്നും ആയിരിക്കണമെന്നില്ല നമ്മൾ ജപമാല ചൊല്ലുന്നത്. പക്ഷേ നമ്മൾ ചൊല്ലുന്ന ജപമാല നമ്മളെ ഗൗരവത്തിലെടുക്കും, നമ്മുടെ ആത്മാക്കളെ മരണസമയത്ത് ഒരുങ്ങി മരിക്കാൻ ഇടയാക്കും. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയോട് നമ്മൾ നടത്തുന്ന ആ ഒരു പ്രാർത്ഥന സത്യമായി മാറും എന്നുള്ളത് എത്രയോ പേരുടെ മരണാവസരത്തിൽ സത്യമായി മാറിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.